ദിലീപേട്ടനും ധ്യാൻ ചേട്ടനും കൂടി ശ്രീനിവാസൻ ചേട്ടന്റെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. യങ് ടാലന്റിന് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ആ ടാലന്റ് നീ ആണെന്നാണ്? ഒരിക്കലും അല്ല. നേരത്തെ കുറെ സ്റ്റോറീസ് ലൈനപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ യങ് ടാലന്റ്സിനെ ഹണ്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഹണ്ട് ചെയ്ത് വേട്ടയാടി കൊല്ലും. അങ്ങനെ ഒരുത്തരും ഞാനും ചേട്ടനും അല്ലാതെ ഇവിടെ വേറെ ആരും വേണ്ട. പിന്നെന്താ? അപ്പൊ അതിലുള്ള സ്റ്റോറീസ് ആണ് ഇപ്പൊ ലൈനപ്പായി നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അതായിരുന്നു ചോദ്യം. അതെ അതെ അതെ. ഓ പിന്നെ നിങ്ങൾ എന്താ ഇത്? അതെ 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 ആ കമ്പനിയുടെ പുറത്ത് കുറച്ചധികം പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഓൾറെഡി. ഒന്ന് വഴിയെ അനൗൺസ് ചെയ്യും. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്കായിരിക്കും ചാൻസ്. ആദ്യം ഞാനും ചേട്ടനും ഒന്ന് ഇപ്പൊ ഞങ്ങളെ ഡൾ ഫേസാണ്. ഞങ്ങൾ ആദ്യം ഒന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം യങ് ടാലൻസിനെ അണ്ടീർ കൊണ്ടു നിർത്തും. അതുവരെ അവിടെ കിടക്കട്ടെ. വിഷ്ണു സിനിമ എഴുത്തിലേക്കൊക്കെ കടന്നു കേൾക്കുന്നു. ചോദിക്കൂ. ദേവനോട് ചോദിക്കും. ദേവ് നല്ല ചോദ്യം ചോദിക്കും. ദേവനന്ദയുടെ ഈ ഒരു ഏജില് ഞങ്ങളൊന്നും ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ലൈഫിനെ പറ്റിയിട്ടും പ്രൊഫഷണൽ പറ്റിയിട്ടൊക്കെ. അപ്പം ഇതൊക്കെ ദേവനന്ദക്ക് സ്വയം ലൈഫിൽ നിന്നും അല്ലെങ്കിൽ സ്വയം വായിച്ചിട്ടോ ഒക്കെ അങ്ങനെ കിട്ടുന്ന ഒരു ലേണിംഗ് ആണോ? അതൊക്കെ ഇത് കംപ്ലീറ്റ്ലി പാരന്റ്സിന്റെ ഒരു ഗൈഡൻസ് ആണ്? അത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടോ ഈ ആക്ടേഴ്സിൻ്റെ കൂടെ ഓരോ പ്രൊഫഷണൽ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, ഓരോ ആളെ കാണുമ്പോഴും അവർ പറഞ്ഞു തരുന്ന നോളജ് വേറെ ആയിരിക്കും. പിന്നെ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന നോളജ്, ഞാൻ പറയുന്നതിലും തെറ്റുണ്ട്, അത് നമുക്ക് കിട്ടുന്ന ഒരു ലിമിറ്റഡ് നോളജാണ്. ആ നോളജിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അത് അച്ഛനും അമ്മയും പഠിപ്പിച്ച് തന്നു വിടുന്നല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചോദ്യങ്ങൾ ഏതാണ് ചോദിക്കുന്നത് നമുക്ക് അറിയത്തില്ല. വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ വരുന്നത്, ആ ഒരു സിറ്റുവേഷനായിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതാണ് മീഡിയ ചേട്ടന്മാരെല്ലാവരും ചോദിക്കാറുള്ളത്. അപ്പോഴാണ് നമ്മൾ ആ മൊമെന്റിലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇന്റർവ്യൂസിന് നേരത്തെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടോ, അത് അപ്പോൾ പ്രിപ്പയർ ചെയ്ത് വന്നാണോ ആൻസർ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാനാണ്, ഇന്റർവ്യൂസിന് നമുക്ക് നേരത്തെ ചോദ്യങ്ങൾ തരാറില്ല. ആ സെക്കൻഡിൽ കിട്ടുന്ന ക്വസ്റ്റ്യന് അപ്പം ആൻസർ പറയുന്നേ ഉള്ളൂ. അതും എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ പറയുന്നത്. അതിൽ തെറ്റുണ്ടാവും, ശരിയുണ്ടാവും. പിന്നെ അച്ഛനമ്മയും പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്നില്ല, പക്ഷെ അവരിൽ നിന്ന് ഒത്തിരി നോളജ് നമുക്ക് കിട്ടും. കാരണം അച്ഛനമ്മയും എന്നെക്കാട്ടും ഒത്തിരി ലോകം കണ്ടിട്ടുള്ളവരാണ്, കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം എങ്ങനെ ഓരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞു തരുന്ന അച്ഛനമ്മയാണ്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്രയും നല്ല ആൾക്കാരോട്, ഇത്രയും പ്രൊഫഷണൽ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അത് നമ്മുടെ സംസാരം സ്പീച്ചല്ല, നമ്മുടെ ആക്ഷൻസിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം അഭിനയത്തിലാണെങ്കിലും നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും അഡ്വൈസ് എടുത്താൽ അത് നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇത്രയും നല്ലൊരു ചോദ്യം തന്നതിന് ഒത്തിരി നന്ദി. ഈ ഒരു ചോദ്യത്തോടുകൂടി ഈ ഒരു അപ്പൊ അതാണ് അജിന ചോദിക്കുന്നതാണ് അവസാനത്തെ ചോദ്യം. നിനക്ക് ഇല്ലാത്തതും ദേവനന്ദക്ക് ഉള്ളതും. എന്താ നിന്റെ പ്രശ്നം? അയ്യോ ദേവനന്ദ, അയ്യോ എന്ന് പറയും. എനിക്ക് അയ്യോ നന്ദി. വിഷ്ണു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താന്നടാ ചേട്ടാ സാർ അവസാനമായിട്ട് അല്ല